എന്തുകൊണ്ട് വികസനം മുന്നിൽ കാണുന്ന പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണം എന്നതിൻ്റെ കൃത്യമായ ഉത്തരം അത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാൾ തന്നെ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമല്ലോ. ആ ഒരു പ്രതികരണം ഇതാ. അയാളല്ലെങ്കിൽ ഇത്രയും നാളും ഉണ്ടാക്കിയ വികസനം മുഴുവൻ ഒറ്റയടിക്ക് അത് 5 വർഷത്തിനകം തന്നെ തകർത്തിരിപ്പണം. അതിന് യാതൊരു സംശയമില്ല. എന്തെങ്കിലും ചെയ്യാനായിട്ടൊരു ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ വെറുതെ ഇത്തിരി വാചകങ്ങൾ പറയുന്നേ ഉള്ളൂ, ഉള്ളി പൊളിച്ചതുപോലെ ഒന്നുമില്ല. കൃത്യമായി കേട്ടല്ലോ. കാര്യം ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തു വച്ചിട്ടുണ്ട്. കേരളത്തെ കൃത്യമായ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ തുടർന്നാൽ മാത്രമേ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഭരണത്തിൽ തുടർന്നാൽ മാത്രമേ കേരളം ആഗ്രഹിച്ച ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുള്ളൂ. അതല്ലാതെ മറ്റൊരു ഭരണം വന്നാൽ, ഉദ്ദേശിക്കുന്നത് സതീശനെയാണ്, സതീശനെ മുഖ്യമന്ത്രിയാക്കി വാഴ്ത്തിപ്പാടിയാൽ ഒരുപക്ഷെ കേരളം മുച്ചൂടും മുടിപ്പിക്കുമെന്ന് കൃത്യമായി ആ ഒരു വ്യക്തി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുമാത്രമല്ല, വാത്താളം മാത്രം പറയുന്ന, ഉള്ളി പൊളിച്ചതുപോലെ ഉള്ളിലൊന്നുമില്ലാത്ത സതീശനെ ട്രോളി ഒതുക്കുന്നുമുണ്ട് ആ ഒരു പ്രതികരണത്തിൽ. ആ പ്രതികരണം ഒന്നുകൂടി കേട്ടെ. അയാളല്ലെങ്കിൽ ഇത്രയും നാളും ഉണ്ടാക്കിയ വികസനം മുഴുവൻ ഒറ്റയടിക്ക് അത് 5 വർഷത്തിനകം തന്നെ തകർത്തിരിപ്പണം. അതിന് യാതൊരു സംശയമില്ല. എന്തെങ്കിലും ചെയ്യാനായിട്ടൊരു ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ വെറുതെ ഇത്തിരി വാചകങ്ങൾ പറയുന്നേ ഉള്ളൂ, ഉള്ളി പൊളിച്ചതുപോലെ ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, പിണറായി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് വീണ്ടും വീണ്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ആ പറഞ്ഞ പ്രതികരണം സത്യമായിട്ടുള്ള കാര്യമാണ്. കേരളം വികസനത്തിന്റെ പാതയിലാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ പിന്നിലാക്കി എല്ലാ മേഖലയിലും മുന്നിൽ നിൽക്കുവാൻ, ഒരുപക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ പോലും കേരളം എന്നൊരു സംസ്ഥാനത്തെ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ ഈ സർക്കാർ സുസ്ഥിരമായ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്തരം പ്രതികരണങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ മുൻനിര മാധ്യമങ്ങൾ കാണിച്ചു എന്ന് വരില്ല. കാരണം ഇത്തരം പ്രതികരണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ PR കൊട്ടേഷൻ തകരുമല്ലോ. അതുകൊണ്ട് ഇത്തരം പ്രതികരണങ്ങളെ ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. കാരണം ജനങ്ങൾ മനസ്സിലാക്കണം, PR വർക്കുകൾക്കപ്പുറം സാധാരണക്കാരായ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്, അവരുടെ മനസ്സ് പറയുന്നത് എന്താണെന്ന്. അപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാർ നെഞ്ചത്ത് കൈവച്ച് വീണ്ടും വീണ്ടും പറയുന്നത്, കേരളത്തിന് സുസ്ഥിര വികസനം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും വീണ്ടും പിണറായി സർക്കാർ തന്നെ വരണമെന്ന ഒരേ സ്വരത്തിൽ ജനങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു വയ്ക്കുകയാണ്. അയാളല്ലെങ്കിൽ ഇത്രയും നാളും ഉണ്ടാക്കിയ വികസനം മുഴുവൻ ഒറ്റയടിക്ക് അത് 5 വർഷത്തിനകം തന്നെ തകർത്തിരിപ്പണം. അതിന് യാതൊരു സംശയമില്ല. എന്തെങ്കിലും ചെയ്യാനായിട്ടൊരു ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ വെറുതെ ഇത്തിരി വാചകങ്ങൾ പറയുന്നേ ഉള്ളൂ, ഉള്ളി പൊളിച്ചതുപോലെ ഒന്നുമില്ല. ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ വെറുതെ ഇത്തിരി വാചകങ്ങൾ പറയുന്നേ ഉള്ളൂ, ഉള്ളി പൊളിച്ചതുപോലെ ഒന്നുമില്ല.